പ്രസന്റ്, പാസ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടില്ലേ? ഇതിന്റെ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വേർഡ് എന്താ? ഐ സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക. കാണുക എന്നുള്ളതിന്റെ പാസ്റ്റ് എന്തായിരിക്കും? കണ്ടു എന്നായിരിക്കും. കണ്ടു എന്നുള്ളത് എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ സോ. ഐ സോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ്. ഇവിടെ V1, ഇവിടെ V2. ഇനി ഇതിന്റെ തന്നെ പ്രസന്റ് പെർഫെക്റ്റിലൂടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ഫോമാ യൂസ് ചെയ്യുക? ഐ ഹാവ് സീൻ എന്നാണ് പറയാ. സീൻ എന്ന് പറയുന്നത് ഈ വേർബിന്റെ തേർഡ് ഫോമാണ്. ഐ സീ, ഐ സോ, ഐ ഹാവ് സീൻ. കണ്ടിട്ടുണ്ട്. കാണുക, കണ്ടു, കണ്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേർഡ് എന്താ? ഐ റൈറ്റ്. എഴുതുക എന്നാണല്ലേ? എഴുതുക. റൈറ്റിന്റെ പാസ്റ്റ് എന്താ? എഴുതി. ഐ റോട്ട് ആണ് വരിക. ഐ റോട്ട്. ഞാൻ എഴുതി. ഇനി ഇതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് എന്താ? ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയാ. എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? ഐ ഹാവ് റിട്ടൺ എന്നാ പറയാ. ഐ ഹാവ് റിട്ടൺ. റൈറ്റിന്റെ V2 ആണ് റോട്ട്. റൈറ്റ് എന്ന് പറയുന്നത് V1 അല്ലെങ്കിൽ ബേസ് വേർഡ് ആണ്. V1, V2 എന്താ? റോട്ട്. റിട്ടൺ എന്ന് പറയുന്നത് V3 ഫോം. ഐ മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉണ്ടാക്കുക എന്നാണ് മേക്ക് എന്നുള്ളതിന്റെ മലയാളം. മേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താ? ഐ മെയ്ഡ് എന്നാ വരിക. ഐ മെയ്ഡ്. ഞാൻ ഉണ്ടാക്കി. ഇതാണ് ഇവിടെ V2, ഇതാണ് V1. ഇനി മെയ്ഡിന്റെ V3 എന്താ? ഐ ഹാവ് മെയ്ഡ് തന്നെയാണ് V3 വരുന്നത്. മെയ്ഡ് തന്നെയാണ് V3. ചില വേർഡ്സിന് V2ഉം V3യും സെയിം ആയിരിക്കും. ചില വേർഡ്സിന് V1ഉം V3യും സെയിം ആയിരിക്കും. ചിലതിനെല്ലാം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ചിലതിനെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ഇപ്പം മെയ്ഡ്, ഇപ്പൊ ഐ മെയ്ഡ് എന്ന് കാണുമ്പോൾ ഇത് V2 ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ ഇത് V3 ആണെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? രണ്ടും മെയ്ഡ് അല്ലേന്ന് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ ഹാവ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത് അറിയുന്നത്. ഇത് പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു വേർഡ് ആണ്, ഹാവ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് V3 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വേർഡ് എന്താ? കം. കമ്മിന്റെ V2 എന്താ? ഐ കെയിം എന്നാ പറയാ. വരിക, വന്നു. ഇനി വന്നിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഐ ഹാവ് കം എന്നാ പറയാ. കമ്മിന്റെ V1ഉം V3യും സിമിലർ ആണ്. നമ്മളത് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ കൂടെ ഹാവ് ഉണ്ടെങ്കിൽ അതാണ് V3 എന്നാണ്, അതാണ് V3. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വേർഡ് എന്താ? കട്ട്. മുറിക്കുക. കട്ട്. നെക്സ്റ്റ് വേർഡ് എന്തായിരിക്കും? മുറിച്ചു എന്നാണല്ലേ വേണ്ടത്. അഗെയിൻ കട്ട് എന്ന് തന്നെയാണ് വരിക. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് എന്താ? ഐ ഹാവ്. V3 ഫോം എന്തായിരിക്കും? കട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചിലതിന് സിമിലർ ആയിരിക്കും V1ഉം V2ഉം V3യും. ഇവിടെ കട്ടിന് വരുന്നത് കട്ട് 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 എന്നാണ്. ഇനി പലർക്കും ഡൗട്ട് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയും എന്നുള്ളത്. ഇത് നമുക്ക് തനിയെ അങ്ങനെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വേർഡ് കണ്ടുപിടിച്ച് അതിന്റെ V2 ഏതാണ്, V3 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. English Mitra. Stop worrying, start learning.